പണ്ഡിതന്മാരെ കാണാൻ പോകുന്നതും മതനേതാക്കന്മാരെ കാണാൻ പോകുന്നതും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കാണാൻ പോകുന്നതും ഒന്നും തെറ്റുമല്ല, അതൊക്കെ ഒരു മര്യാദയാണ്. പക്ഷേ താങ്കളെയും UDF-നെയും തകർക്കാനെന്നോണം ദുഷിപ്പ് മാത്രം പറഞ്ഞ് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് താങ്കളും താങ്കളുടെ മന്ത്രിസഭയിലെ അംഗങ്ങളും പോകുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോടാണ്. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്കും ഇങ്ങനെ ഗിമ്മിക്സ് കാണിച്ച് പ്രചരിപ്പിക്കുന്നവർക്കും അത് ഷെയർ ചെയ്യുന്നവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ നൽകണം. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ പാർട്ടിക്കാർ മാത്രമല്ല ജനങ്ങളായിട്ടുള്ളത്, പാർട്ടി അനുഭാവികൾ മാത്രമല്ല ജനങ്ങളായിട്ടുള്ളത്, നിഷ്പക്ഷപാതികളായിട്ടുള്ള, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ശ്രീ VD സതീശൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ UDF-ൻ്റെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞത്. താങ്കൾക്കറിയാം, കോൺഗ്രസ് പാർട്ടിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും താങ്കൾ മുഖ്യമന്ത്രിയാകണം എന്നല്ല ആഗ്രഹിച്ചിരുന്നത്, ഹൈക്കമാൻഡ് ആഗ്രഹിച്ചിരുന്നതും താങ്കളെയല്ല. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രൈം ചാനൽസ് വഴിയുള്ള, എന്നാലും നേരിട്ട് വന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നത് വ്യാജമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷപാതികളായ ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ടോടു കൂടിയാണ് ശ്രീ VD സതീശൻ സാറ് ഇന്ന് ഈ കസേരയിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, താങ്കൾ ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. വർഗീയവാദികളായ, വർഗീയത പറയുന്ന ഒരാളുടെയും ഒരു സംഘടനയുടെയും വോട്ട് ഞങ്ങൾ UDF-ന് വേണ്ട. ഇതെല്ലാം ഞങ്ങൾ സാധാരണക്കാരുടെ മനസ്സിലേക്ക് കയറുകയും നമ്മൾ ഓരോരുത്തരും വോട്ട് കുത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറിയതുകൊണ്ടാണ് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നത്. പക്ഷേ കയറിയതിന് ശേഷം മത പണ്ഡിതന്മാരെ കാണാൻ പോകുന്നതും മതനേതാക്കന്മാരെ കാണാൻ പോകുന്നതും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കാണാൻ പോകുന്നതും ഒന്നും ഒരു തെറ്റുമല്ല, അതൊക്കെ ഒരു മര്യാദയാണ്. പക്ഷേ താങ്കളെയും UDF-നെയും തകർക്കാനെന്നോണം വല്ലാതെ പ്രചരണം നടത്തി ദുഷിപ്പ് മാത്രം പറഞ്ഞ് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് താങ്കളും താങ്കളുടെ മന്ത്രിസഭയിലെ അംഗങ്ങളും പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടിക്കാർക്കും സ്വീകാര്യമാകില്ല. ഞങ്ങൾ സാധാരണ ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന ജനങ്ങൾക്കും സ്വീകാര്യമാകില്ല. ഇത് നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. നമ്മളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചല്ലേ പറ്റുള്ളൂ. താങ്കളുടെ ബുദ്ധിയെയും താങ്കളുടെ പ്ലാനിങ്ങിനെയും ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യത്തിലും എനിക്ക് സംശയമില്ല. കാരണം ഇനി കാണാൻ പോകുന്ന താങ്കളുടെ പ്രവർത്തനം ഒരിക്കലും ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസിൽ നിന്നും കാണാൻ സാധിക്കാത്ത ഒരു പ്രവർത്തന മികവായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. നിങ്ങളുടെ പ്ലാനിങ്ങും നിങ്ങളുടെ പദ്ധതികളും ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിന് വേണ്ട രീതിയിലാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ദുഷിപ്പ് മാത്രം പറഞ്ഞ ഒരാളെ അതിനെല്ലാം തിരസ്കരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ, അതായത് ഒരു ഭരണമാറ്റം വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടാവുമല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ ചോദ്യങ്ങളുണ്ടാവും. ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും പത്രക്കാരിലൂടെ തന്നെയാണ് ചോദിക്കുക. അതിന് ഒഴിഞ്ഞു മാറുന്നതൊക്കെ, പക്ഷെ പരിഹസിക്കുന്ന രീതിയിലും ഇനി ഞങ്ങളുടെ കയ്യിലാണ്, ഇനി ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്നുള്ള രീതിയിലും പെരുമാറുന്ന മന്ത്രിമാരെ നിങ്ങളുടെ മന്ത്രിസഭയിൽ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കരുത്. അതിനൊരു നിയന്ത്രണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് സർവ്വസാധാരണമാണ്. എല്ലാവരും ചോദ്യങ്ങൾ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒഴിഞ്ഞു മാറും. പക്ഷേ ഇതിനൊക്കെ ഒരു മര്യാദ വേണം. സാറിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് അവരുടെ അടുത്ത് പറയണ്ടേ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.